മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 15-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഒടുവിൽ കണക്കുകൾ ലഭിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ 68 തദ്ദേശ സ്വയംഭരണ സീറ്റുകളിൽ മഹായുതി സഖ്യം BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം 68 സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 68 സീറ്റുകളിലും എതിരാളികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാതെയും സമർപ്പിച്ച പത്രികകൾ പിൻവലിച്ചും ഒക്കെ വോട്ടെടുപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെയാണ് 68 സീറ്റുകളിൽ മഹായുതി സഖ്യം വിജയിച്ചത്. ഇത് BJP, ശിവസേന ഷിൻഡെ വിഭാഗം, അതുപോലെ NCP അജിത് പവാർ വിഭാഗം, ഈ 3 കക്ഷികൾക്കും കൂടി ചേർന്ന് 68 സീറ്റുകൾ ലഭിച്ചു എന്നാണ്. ഞാൻ അതിൻ്റെ കണക്കുകളിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ വിശകലനം നടത്താം. അതായത് ഈ 68 സീറ്റുകളിൽ 44 എണ്ണം BJP ആണ് ജയിച്ചത്. കല്യാൺ ഡോംബിവാല മുനിസിപ്പൽ കോർപ്പറേഷൻ, പൂനെ, പിംപ്രി ചിഞ്ചുവാഡ്, പനവേൽ, ഭീവണ്ടി, ധുലെ, ജൽഗാവ്, അഹല്യാനഗർ ഈ കോർപ്പറേഷനുകളിലേക്ക് ആണ് ഈ പറഞ്ഞതുപോലെ 68 സീറ്റുകൾ. ഈ കോർപ്പറേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൽ 68 സീറ്റുകൾ മഹായുതി സഖ്യം വിജയിച്ചതിൽ 44 സീറ്റും BJPയുടേതാണ്. അതേസമയം ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 22 എതിരില്ലാതെ ജയിക്കാൻ കഴിഞ്ഞു. 2 NCP അജിത് പവാർ വിഭാഗവും വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എങ്ങും ഇവർക്ക് എതിരാളി ഇല്ലാതിരുന്നു. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ തന്നെ നിരവധി ഈ വിജയിച്ച 68 സ്ഥലങ്ങളിൽ നിരവധി വാർഡുകളിൽ എതിരാളികളില്ലായിരുന്നു. അവർ ആരും പത്രിക സമർപ്പിച്ചിരുന്നില്ല. ചില സ്ഥലങ്ങളിലാകട്ടെ സമർപ്പിച്ച പത്രികകൾ, ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. അതിനു മുമ്പ് പത്രികകൾ പിൻവലിച്ചു. അങ്ങനെയാണ് 68 സീറ്റിലേക്ക് എതിരില്ലാതെ മഹായുതി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഈ കല്യാൺ ഡോംബിവാലയിൽ മഹായുതി 21 സീറ്റുകളിലാണ് വിജയിച്ചു കയറിയത്. അതുപോലെ ആ 21 സീറ്റിൽ 15-ലും BJP ആണ് വിജയിച്ചത്. 6 എണ്ണം ശിവസേന ഷിൻഡെ വിഭാഗം നേടി. അതുപോലെ ജൽഗാവിൽ BJPക്കും ശിവസേനയ്ക്കും 6 വീതം സീറ്റുകൾ ലഭിച്ചു. BJPക്ക് പനവേലിൽ 7-ഉം ഭീവണ്ടിയിൽ 6 സീറ്റുകൾ കിട്ടി. മഹായുതിക്ക് മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഞാൻ അതിലേക്ക് വരാം. ഇവരുടെ എതിരാളികൾ ആരൊക്കെയായിരുന്നു? ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, കോൺഗ്രസ്, NCP ശരത് പവാർ വിഭാഗം, കൂടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. ഇത്രയും പേർ ഒരുമിച്ച് നിന്ന് മത്സരിച്ചിട്ടും 68 സ്ഥലങ്ങളിൽ എതിരില്ലാതെ മഹായുതി സഖ്യം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 4 കക്ഷികളും മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് നിന്നിട്ടും അവിടെ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തെ പിടിച്ചു കിട്ടാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി 15-ാം തീയതി വോട്ടെടുപ്പ് നടന്ന് ഇതിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പ്, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം മഹാരാഷ്ട്ര തൂത്തുവാരും എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം കോൺഗ്രസിനാകട്ടെ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനാകട്ടെ, ഈ പറഞ്ഞതുപോലെ ശരത് പവാർ NCPയുടെ ശരത് പവാർ വിഭാഗത്തിനാകട്ടെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിൽ ഒരല്പമെങ്കിലും കേഡർ സംവിധാനമുള്ളത്, അണികളുള്ളത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനാണ്. കോൺഗ്രസ് ആടപടലം മഹാരാഷ്ട്രയിൽ തകർന്നു കഴിഞ്ഞു.
ശരത് പവാറിനും ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. ശരത് പവാറിന്റെ ചിഹ്നം പോലും നഷ്ടപ്പെട്ടു. അതിപ്പോൾ അജിത് പവാറിന്റെ കയ്യിലാണ്. ശരത് പവാറും മകൾ സുപ്രിയ സുലെയും ഒക്കെ വാസ്തവത്തിൽ വലിയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ നേരിടുകയാണ്. ഇരിക്കട്ടെ, പൊതുവെ കേരളം വിട്ടുകഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലേക്ക് ചെന്നാൽ, മഹാരാഷ്ട്ര മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ, മധ്യ ഇന്ത്യയിലും ഉത്തര ഇന്ത്യയിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനകത്ത് വലിയ രാഷ്ട്രീയം ഉണ്ടാകാറില്ല. അവിടെ വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, വാർഡുകളിലേക്ക് ഇത് നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു. അങ്ങനെ ജയിച്ചു വരുന്നവർ ചേർന്ന് പഞ്ചായത്തും ഭരണസമിതികളെ തിരഞ്ഞെടുക്കുന്നു. ഒരല്പമെങ്കിലും രാഷ്ട്രീയമുള്ളത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാണ്. പ്രത്യേകിച്ചും മഹാനഗരങ്ങളിൽ, മുംബൈ, അതുപോലെ ഡൽഹി, അതുപോലെ കൊൽക്കത്ത, അതുപോലെ ഭോപ്പാൽ, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഉണ്ടാകാറുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ത്രിതല പഞ്ചായത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ വലിയ രാഷ്ട്രീയമൊന്നും ഉണ്ടാകാറില്ല. അവിടെ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയം മാറ്റിവെച്ച് തങ്ങളുടെ പഞ്ചായത്തിന്, തങ്ങളുടെ വാർഡിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന അഭിമതനായ ഒരാളെ തിരഞ്ഞെടുക്കും. ആ ആള് വ്യക്തിപരമായിട്ട് ഗുണഗണങ്ങൾ നോക്കി നിർണയിച്ച് ഒരാളെ തിരഞ്ഞെടുക്കും. പക്ഷേ 2014 ശേഷം BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് അമിത്ഷാ കടന്നു വന്നതോടുകൂടി അമിത്ഷാ BJPക്കുള്ളിലെ ഈ പതിവ് രീതി മാറ്റിമറിച്ചു. അദ്ദേഹം വളരെ ശക്തമായി താഴെ തട്ടിലും BJP കേഡറുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരാൾ മത്സരിക്കണം. ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്ത് തലത്തിൽ, ഒരു പഞ്ചായത്ത് വാർഡിൽ BJPയുടെ മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ BJP താഴെ തട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ വരെ BJP ഒരു കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സരിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, എണ്ണയിട്ട യന്ത്രം പോലെ BJPയുടെ കേഡർ സംവിധാനം ഏറ്റവും താഴെ തട്ട് വരെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഫലമായിട്ട് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പാർട്ടി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഒരു ഏകീകൃത അജണ്ടയുടെ സ്വഭാവം മുൻനിർത്തി ഭരണസമിതി രൂപീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇവിടങ്ങളിൽ BJP ജയിച്ചു വരികയോ BJP പ്രതിപക്ഷത്തിരിക്കുകയോ ചെയ്യുമ്പോൾ കൃത്യമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം, പാർലമെന്ററി സംവിധാനം, അതിലേക്ക് BJP പോകുന്ന കാഴ്ചയാണ് കണ്ടത്. താഴെത്തട്ടിലെ നെറ്റ്വർക്കുകൾ വളരെ ബലപ്പെടുത്തുന്ന ഒരു BJPയെ 2015 ശേഷം നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഫലമാണ് ഈ 2025-26 കാലത്ത് പല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും BJP മികച്ച വിജയം നേടുന്നതിന്റെ കാരണം അതാണ്. കോൺഗ്രസ് വളരെ പണ്ട് തൊട്ടേ ഏറ്റവും താഴെ തട്ടിലുള്ള ഈ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. BJPയും അങ്ങനെ തന്നെയായിരുന്നു. മറ്റ് പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും കുറേയൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും അവരും ഏറ്റവും താഴെ തട്ടിൽ ഈ പഞ്ചായത്ത് തലങ്ങളിൽ വലിയ രാഷ്ട്രീയമൊന്നും പയറ്റിയിരുന്നില്ല. എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് താഴെ തട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് കുറച്ച് വൈകിയെങ്കിലും ആ തരത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസ് ജയിക്കുമോ, BJP ജയിക്കുമോ, പ്രാദേശിക പാർട്ടികൾ ജയിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം രണ്ടാമത്. ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ഈ കോർപ്പറേഷനുകളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ കൃത്യമായിട്ട് താഴെ തട്ടിലേക്ക് BJP അതിൻ്റെ രാഷ്ട്രീയം വ്യാപിപ്പിച്ചുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തി വരുന്നു എന്നാണ്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് 68 സീറ്റുകളിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിൽക്കാതെ ഒഴിഞ്ഞു മാറുകയോ
അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്ത സ്ഥാനാർത്ഥികൾ തന്നെ അത് കൃത്യമായി പിൻവലിക്കുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇപ്പോൾ ഇതാ നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്തായാലും 15-ാം തീയതി അവിടെ വോട്ടെടുപ്പ് നടക്കും. താമസം വിന ഫലവും പുറത്തു വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മഹാരാഷ്ട്രയിലെ ഈ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റിയുടെ ഫലമൊക്കെ ഏതാണ്ട് പുറത്തു വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തു വന്നു. അവിടെ മഹായുതി സഖ്യത്തിന് വലിയ നേട്ടമാണ് ഉണ്ടായത്. മുനിസിപ്പാലിറ്റികൾ ഒന്നടങ്കം BJP പിടിച്ചെടുക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ മഹായുതി സഖ്യം പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്തിരിക്കാനാണ് കോൺഗ്രസിന് ഇനി കഴിയുക. ഇനിയിപ്പോൾ കോർപ്പറേഷനുകളിലെ ഫലം കൂടി വരാനുണ്ട്. അത് ഈ 15-ന് വോട്ടെടുപ്പ് നടക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മഹാരാഷ്ട്രയിലെ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്, രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും 15-ാം തീയതി വോട്ടെടുപ്പ് സുഗമമായി നടക്കട്ടെ. അതിൻ്റെ ഫലവും പറഞ്ഞ സമയത്ത് തന്നെ പുറത്തു വരട്ടെ. ഇപ്പോൾ 68 പേർ മഹായുതി സഖ്യത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന്